ഇസ്രായേൽ ജനത്തിൻ്റെ ജീവചരിത്രത്തിലുണ്ടായി. അതായത് മോശ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചുകൊണ്ട് ഈജിപ്ത് വിട്ടു പോകുമ്പോൾ അവർ ചെന്നിട്ട് ഈ ചെങ്കടലിൻ്റെ തീരത്തെത്തുകയും ലാസ്റ്റ് അപ്പോഴാണ് അവൻ ഇറങ്ങി വരിക. അപ്പോൾ ലാസ്റ്റ് വിജയം, അതായത് അവർ രക്ഷപ്പെടാൻ പോകുന്നതിൻ്റെ വക്കീലെത്തുകയും, ഈ വക്കീലെത്തുന്ന സമയത്താണ് ഫറവോയും സൈന്യവും പിശാചും, ഞാൻ പറഞ്ഞു ലൂസിഫറും അവൻ്റെ സൈന്യവും കൂടെ അവിടം വരെ അവനെ വിട്ടുകൊടുത്തു. അതിട്ട് പിടിച്ചുകൊണ്ട് വരാൻ പോവാണ്. പക്ഷെ അവിടെ മോശയിൽ കൃപയുണ്ടായിരുന്നു, മോശയ്ക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരുന്നത് കൊണ്ട് അവിടെ പിശാചിൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചില്ല. മോശയ്ക്ക് ദൈവവുമായിട്ട് ഐക്യമുണ്ടായിരുന്നത് കൊണ്ട് അവിടെ പിശാചിൻ്റെ കുടിലതന്ത്രങ്ങൾ വിജയിച്ചില്ല. മോശ കൈകൾ നീട്ടി ചെങ്കടൽ രണ്ടായിട്ട് മാറി അവരക്കരെ കടന്നു, രക്ഷപ്പെട്ടു പോവുകയാണ്. അല്ലെങ്കിലോ മോശയ്ക്ക് ദൈവവുമായിട്ടൊരു ബന്ധമില്ലായിരുന്നെങ്കിൽ അവിടെ എന്ത് സംഭവിച്ചേനെ? ഈ പിശാച്, ഈ തിന്മയുടെ ശക്തി, സാത്താൻ്റെ ആൾരൂപമായ ഫറവോ സൈന്യങ്ങൾ ഇവർ വന്നിട്ട് ഇസ്രായേൽ ജനത്തെ മുഴുവനും വീണ്ടും എന്നേക്കുമായിട്ട് അടിമത്തത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയേനെ. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. അവിടെ പലപ്പോഴും വിജയങ്ങളെല്ലാം നേടി ദൈവവുമില്ലാതെ നേട്ടങ്ങൾ നേടി പോകുന്നവർക്കെല്ലാം ഉണ്ടാകുന്നത് ഏറ്റവും അവസാനമാണ് അപകടം. ചില കുഞ്ഞുങ്ങൾ പിശാചിനൊക്കെ ആരാധിച്ച് നടക്കുന്ന കുട്ടികൾ അവസാനം വരുന്നത് വിവാഹമെന്നൊരു ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് പ്രശ്നം. കുഞ്ഞൊക്കെ ഉണ്ടായിക്കഴിയുമ്പോൾ അടുത്ത പ്രശ്നം, ഓരോ തരത്തിലുള്ള ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങൾ കയറി വരും. എല്ലാ സഹനങ്ങളും ദൈവകരങ്ങളും എടുക്കണമെന്ന് നമ്മൾ പറയുമ്പോഴും ഒരു കാര്യം നമ്മൾ ചില സഹനങ്ങളൊക്കെ പിശാചിൻ്റെ പുറകെ പോകുമ്പോൾ നമുക്കുണ്ടാകുന്നതാണ് പ്രശ്നം. എല്ലാ സഹനവും ദൈവം തരാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നമ്മൾ തന്നെ ചിലത് വിളിച്ചു വരുത്തുന്നുണ്ട്. ചില കുടുംബങ്ങളിൽ ചില സഹനങ്ങളൊക്കെ അവർ തന്നെ വിളിച്ചു വരുത്തുന്ന സഹനങ്ങളാണ്. അത് പിന്നെ ദൈവകരങ്ങൾ കൊടുത്ത് ദൈവം നന്മയാക്കി മാറ്റി. പക്ഷെ പലതും നമുക്ക് സംഭവിക്കേണ്ടതല്ല. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ, ശബ്ദപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, വിശ്വ ആരാധന, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യൂദാസ് പോയിട്ട് കെട്ടിനാന്ന് ചത്തത് ശരിക്കും അവൻ അങ്ങനെ അവൻ്റെ ജീവിതം അങ്ങനെ അവസാനിക്കേണ്ടതല്ലായിരുന്നു. പക്ഷെ അവൻ തന്നെയാണ് അങ്ങനെ കൊണ്ടുപോയി വരുത്തി വെക്കുന്നത്. ഒരു മനോരോഗിയൊന്നുമല്ല അവൻ മനോരോഗിയൊന്നുമല്ല, സുബോധമുള്ള ഒരു അപ്പസ്തോലനാണ്. പക്ഷേ അവൻ്റെ പ്രവൃത്തികളാണ് അവനെ കൊണ്ടുപോയി ആ ഒരവസ്ഥയിൽ കൊണ്ടുപോയി എത്തിക്കുന്നത്. പ്രശ്നം. അപ്പം ചിലപ്പോൾ ചില സഹനങ്ങളൊക്കെ നമ്മൾ തന്നെ വിളിച്ചു വരുത്തുന്നതാകുകയെ. അപ്പം അതിൻ്റെ പിന്നിൽ ചില പിശാചിനെ ആരാധിക്കാനൊക്കെ പോകും. അതുകൊണ്ട് ഈ ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സത്താൻ്റെ ആരാധന, അപ്പം ഇങ്ങനെയുള്ള വഴികളിലൂടെയൊക്കെ പോകുന്നു. ആരെങ്കിലും ഈ ദേശത്തുണ്ടെങ്കിൽ അത് നിർത്തിയേക്കണം. ഇന്നത്തെ എല്ലാവരും മോഡേൺ ആകാൻ വേണ്ടി എടുക്കണം. ന്യൂ ഏജും ആൾക്കാരാണ്, ന്യൂ ജനറേഷൻ എന്ന് പറയും. ന്യൂ ജനറേഷൻ ഉണ്ടാകാൻ പോകുന്നൊരു അപകടമുണ്ട്. സൂക്ഷിച്ചില്ലെങ്കിൽ അവസാനം ആരുമില്ലാത്തവരായിട്ട് മാറും. പ്രസലോഷൻ ഒരുപാട് ചതികൾ അനുഭവിക്കേണ്ട, ചതിക്കുഴിയിലൂടെ കയറി ഇറങ്ങേണ്ടി വരും. അപ്പം അതുകൊണ്ട് പലപ്പോഴൊക്കെ നമ്മൾ വചനത്തെ, സുവിശേഷത്തെയും ദൈവികതയൊക്കെ നമ്മൾ പരിഹസിക്കുമ്പോൾ അത് നമ്മളെ തന്നെ അപകടത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയേക്കരുത്. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ കരങ്ങൾ ഉയർത്തി കൈയടിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുറച്ച് നാൾക്ക് മുമ്പ് ഇവിടുന്ന് കുറച്ച് ദൂരെ അപ്പുറത്തുള്ള സ്ഥലത്തു നിന്നുള്ളൊരു ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല. അവന് ഒരു 14-15 വയസ്സ് 14 വയസ്സ് പ്രായമുള്ളൂ. അവന് ഡ്രഗ്സിന് അടിമയാണ്. ഡ്രഗ്സ്, സെക്സ്, മദ്യം, അതിനകത്ത് അടിമയാണ്. അപ്പോൾ അവനൊരു അങ്ങനെ റാക്കറ്റിലൊക്കെ പെടും. എറണാകുളത്തിലെ ചില റാക്കറ്റിനകത്തൊക്കെ പെട്ട് പോലീസൊക്കെ പിടിക്കുകയും പലതവണ അവന് ജയിലിലൊക്കെ അടയ്ക്കപ്പെട്ട. അപ്പോൾ വീണ്ടും അവർ പോലീസുകാരെ ഇറക്കി വിടും. വീണ്ടും ഇവന് ഈ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അവസാനം ഇവന് വളരെ മോശമായിപ്പോയി. അപ്പം ഒരിക്കലും പോലീസുകാർ പിടിച്ചു. ഇവനത് മാനസിക രോഗിയാണ്, അതുകൊണ്ട് ഇവനെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ കേരളത്തിലെ ഒരു മാനസിക രോഗികളെ ചികിത്സിക്കുന്ന ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് ഇവനെ അഡ്മിറ്റ് ചെയ്തു. അവിടുത്തെ ഡോക്ടർ എനിക്ക് അറിയാവുന്ന എൻ്റെ സ്നേഹിതനായൊരു ഡോക്ടറായിരുന്നു. അപ്പോൾ ഈ ഡോക്ടർ ഒരാഴ്ചയോളം ഇവനെ അവിടെ കിടത്തിയിട്ട് എന്നെ വിളിച്ചു, അച്ഛാ ഇത് എനിക്ക് തോന്നുന്നത് മാനസിക രോഗം ഒരു പൈശാചിക ബാധയാണെന്ന് എനിക്ക് തോന്നുന്നു. ചില മാനസിക രോഗങ്ങളുടെ പിന്നിൽ ചിലപ്പോൾ അന്ധകാര ശക്തികളുടെ സംഭവമായിരിക്കും. അതുകൊണ്ട് മരുന്ന് കൊടുത്താൽ അതിന് ഒട്ടും കൺട്രോൾ ആകില്ല. പ്രശ്നം
അപ്പോൾ എല്ലാം ഇങ്ങനെ വേറെ തരത്തിലാണ് ആളുകൾ. ശരിക്കും അറിവില്ലായ്മ ഒത്തിരി അറിവുണ്ടെന്ന് പറയുന്ന ചില സൈക്കോളജിസ്റ്റിന് പോലും അറിവില്ലായ്മയുണ്ട്, പക്ഷേ അവരത് സമ്മതിക്കില്ല. എല്ലാം അറിഞ്ഞു എന്നുള്ള ചിന്തയാണ് പലപ്പോഴും നമുക്കൊരുപാട് അപകടങ്ങൾ നമുക്ക് വിളിച്ചു വരുത്തുന്നത്. സ്ത്രീവർത്തി പ്രത്യേക ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ഡോക്ടർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എന്നെ വിളിച്ചു, അച്ഛ ഇങ്ങനെ ഞാൻ അവിടെ ധ്യാനത്തിന് വിട്ടോട്ടെ. ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് വിടണ്ട, അവൻ്റെ അപ്പനെ അമ്മയും കൂടെ കൂട്ടിയാണെങ്കിൽ വിട്ടോ, അല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല. അപ്പനെയും കൊണ്ട് കൂട്ടണം. 14 വയസ്സ് പ്രായമുള്ളവന്. അപ്പോൾ എന്നെയും കൊണ്ട് അവിടെ എത്തി. ഇവൻ വന്നു കഴിഞ്ഞപ്പോൾ വളരെ ഡിസ്റ്റർബ്ഡ്. അവൻ ഇരിക്കില്ല, അവനിങ്ങനെ ഭയങ്കര ബഹളം വെച്ച ഓട്ടത്തിലാണ്. അവന് ക്ലാസ്സിലൊന്നും ഇരിക്കില്ല, അവൻ വളരെ അസ്വസ്ഥനാണ്, ഭയങ്കര ഡിസ്റ്റർബ്ഡ്, വളരെ ബന്ധനത്തിലാണ്, അവൻ്റെ ഒരു പ്രത്യേക നേച്ചറിലാണ് അവൻ പെരുമാറുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വളരെ അസ്വസ്ഥതയുണ്ടാകും. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ സ്ഥലം തൂക്കി ധ്യാനിച്ചോട്ടെ, അവന് ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് നേരം ക്ലാസ്സിലിരിക്കും, പിന്നെ ഇറങ്ങിപ്പോവും, അല്ലോടൊക്കെ പോകും, കറങ്ങി നടക്കും. പക്ഷേ അവസാനത്തെ ആരാധനയ്ക്ക് മുമ്പ്, അവസാനത്തെ ദിവസത്തിൻ്റെ ഒരു ഉച്ചസമയത്ത് ഇങ്ങനെ ആരാധന നടക്കുക, ഒരു പ്രാർത്ഥന നടക്കുക. പെട്ടെന്ന് ഈശോ പറഞ്ഞു ഡെലിവറൻസ് പ്രയർ, ഒരു വിടുതൽ പ്രാർത്ഥന നടത്താനായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് ശക്തമായ പ്രേരണ നൽകി. അവന് വിടുതൽ പ്രാർത്ഥന ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു പറയുന്ന വിടുതൽ പ്രാർത്ഥന നടത്തി. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ വിശ്വസിക്കുകയില്ലെന്ന് അറിഞ്ഞുകൂടാ, ആ നിമിഷം ഇവൻ ശാന്തനായി, ഇവന് ശാന്തമാകാൻ തുടങ്ങി. പ്രശ്നം. അപ്പം അന്ന് വൈകിട്ട് ഞാൻ ആളുകളെ കാണാൻ വേണ്ടി എൻ്റെ മുറിയിൽ ഇങ്ങനെ ആളുകളെല്ലാം വന്ന് ഇങ്ങനെ പ്രാർത്ഥന മേടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനെയും കൂട്ടിക്കൊണ്ട് ഇവൻ്റെ അപ്പനമ്മയും വരുമ്പോൾ ഞാൻ ആദ്യം കണ്ട കുട്ടിയെ അല്ല ഇവൻ. ഇവനാകെ മുഖഭാവം എല്ലാം മാറി നല്ല പ്രകാശം. അപ്പോൾ ഇവനോട് പറ, അച്ഛൻ എൻ്റെ അപ്പനോടും അമ്മയോടും പറയണം, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് ഞങ്ങൾക്കൊന്ന് മാറണം. ഞങ്ങൾക്ക് മാറിയിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലത്തേക്കൊന്ന് മാറണം. അപ്പം അച്ഛൻ തന്നെ പറയാം, അവിടെ താമസിച്ചാൽ ആ കൂട്ടുകാരെന്നെ ഇനിയും കൊണ്ട് അതിനകത്ത് കൊണ്ട് പെടുത്തും, എനിക്ക് രക്ഷപ്പെടണം. അവൻ്റെ മുഖം മുഴുവൻ മാറി. പിറ്റേ ദിവസം അന്ന് തന്നെ അവൻ വീട്ടിലോട്ട് ഹോസ്പിറ്റലിൽ പോകണം, പോലീസ് കേസുള്ളതാണ്. അപ്പോൾ അവൻ നേരെ പോലീസുകാരാണ് അവനെ ഹോസ്പിറ്റലിലാക്കിയത്. വീട്ടിൽ ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടർ എന്നെ വിളിച്ച്, അവൻ സൗഖ്യപ്പെട്ടു. അവന് യാതൊരു പ്രശ്നവുമില്ല, അവന് മരുന്നിൻ്റെ ആവശ്യമില്ല, അവന് യാതൊരു കുഴപ്പമില്ല, അവന് ഹീലിംഗ് ഉണ്ടായി, അവൻ്റെ സ്വഭാവം മാറി, കംപ്ലീറ്റ് മാറി. സത്യത്തിൽ അത് ഒരു പൈശാചിക ബാധയായിരുന്നു. കഞ്ചാവ്, മദ്യം ഇങ്ങനെയുള്ളത് കഴിച്ചൊക്കെ വരുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ നമ്മൾ തലയിൽ കൈവെക്കുമ്പം തന്നെ അറിയാം ഒരു പൈശാചിക ശക്തി ഇവരെ വിട്ടുപോകുന്നു. ചിലപ്പോൾ നിലത്ത് കിടന്നിങ്ങനെ വല്ലാതെ വിധങ്ങൾ അളകം കിടന്നു. അത് അല്പം പോലും ഉപയോഗിച്ചിട്ടുള്ളവരെ പോലും ഇത് ഉപദ്രവിക്കുന്നത് ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഒരു കൃപ എൻ്റെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഇവിടേക്ക് അത് നിങ്ങളിൽ ഭൂരിപക്ഷ ആളുകൾ ചിന്തിക്കുന്ന പോലെ യുക്തിപരമായിട്ടേ ഞാനും ചിന്തിക്കുകയുണ്ടായിരുന്നുള്ളൂ. കാരണം ചില യുക്തിയിൽ മാത്രം റാഷണലിസം, പക്ഷേ അനുഭവം എന്നെ ഘടിപ്പിച്ചൊരു കലയാണ്. ഈ അന്ധകാര ശക്തികൾക്ക് ഒരുവൻ്റെ ജീവിതത്തിലേക്ക് കയറി വരുന്ന കുറേ വഴികളുണ്ട്, കുറേ ചാനലുണ്ട്. അതിലൊന്നാണ് ഈ മദ്യം, സെക്സ് ഭയങ്കരമായിട്ട്. അപ്പം അതിനകത്ത് പെട്ടുപോകുന്ന ചില ജീവിതങ്ങളെ നമുക്ക് രോഗികൾ പോലാക്കണം. ഇതിനകത്ത് ഡെലിവറൻസ് നടക്കണമെങ്കിൽ ചിലപ്പോൾ 1 മാസം പ്രാർത്ഥിച്ചപ്പോൾ അതുകൊണ്ടൊക്കെ പിന്നെ 9 ആദ്യ ശനിയാഴ്ച കണക്കാരെ വന്ന് പ്രാർത്ഥിക്കാൻ ചില ആളുകളോട് ഞാൻ പറയും. അപ്പോൾ ആളുകൾ ഇങ്ങനെ വന്ന്, പക്ഷേ ഒരു 9 ആഴ്ച അത്രയും ടൈം എടുക്കണം. അതൊരു രഹസ്യം, നമുക്കതെല്ലാം നമ്മുടെ ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് ബന്ധന അടിയട്ടെ പോരക്ഷത്തിൽ കരങ്ങൾ ഉയർത്തി അടിച്ച് ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളുടെ അണക്കരയിലുണ്ടായ ആദ്യകാലങ്ങളിലെ വലിയൊരു മിറക്കിളുണ്ട്. ഒരു ഫിറ്റ്സ് രോഗിയായൊരു ആൺകുട്ടി, ആ കൊച്ചിനൊരു 4.5 വയസ്സ് 5 വയസ്സ്, ജനിച്ചപ്പോൾ തന്നെ കുറഞ്ഞ രോഗമാണ്. ഫിറ്റ്സ് വെച്ചാൽ ഇങ്ങനെ ബോധം കെട്ട് താഴ്ത്തു വീഴും, വായിക്കോടെ നിറയുമ്പോൾ അതേ വരും, കിടങ്ങൾ വല്ലാതെ കടന്ന് വിഷമിക്കും. ഒരുപാട് ചികിത്സ കേരളത്തിൽ ഇപ്പം നമ്മുടെ എറണാകുളത്തിൽ എനിക്ക് തോന്നുന്നത് മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞതാണ്, മൃത ഹോസ്പിറ്റലിൽ, ലേക്ക് ഷോർ, ഈ 3 ഹോസ്പിറ്റലിൽ മാറി മാറി കൊച്ചിനെ കൊണ്ട് ചികിത്സിച്ചെന്ന് തോന്നുന്നു. എന്നിട്ടൊന്നും ശരിയായില്ല. അപ്പോൾ എൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു 4 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അടുത്ത് വരുന്നത് കൊച്ചിനെ കൊണ്ട്. അപ്പോൾ എന്നോട് അച്ഛൻ ഇത് പ്രാർത്ഥിക്കണം. അപ്പോൾ അന്ന് ഞാൻ പെട്ടെന്ന് ഒരു കാഴ്ച, നിങ്ങൾ ഇവിടെ അടുത്ത് വേറെ ഹോസ്പിറ്റൽ, ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ പറയും. അപ്പോൾ അവിടെയുണ്ട് 15 ദിവസത്തോളം കുട്ടി അവിടെ അവർ കിടത്തി ചികിത്സിച്ചു. അപ്പോൾ ആ സമയത്ത് ഈ കുട്ടിക്ക്, അതായത് ഒരു ദിവസം ഒരു 10, 20, 30, 40 പ്രാവശ്യം എങ്കിലും ഈ ഫിറ്റ്സ് രോഗമുണ്ടാകും.
അപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മുഖമൊക്കെ ഇങ്ങനെ കോടി, ഒരു പ്രത്യേക ഒരു കണ്ണൊക്കെ പ്രത്യേക രീതിയിൽ. നല്ലൊരു ആൺകുട്ടി. അവന് വളരെ വിഷമത്തിൽ പേരൻസിനെ കൊണ്ട് ഇങ്ങനെ ചുമന്ന് നടക്കും. 15 ദിവസം കൊടുത്തു. അപ്പോൾ അവസാനം അവർ പറഞ്ഞ് ഇനി ഇവിടെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അവർ പറഞ്ഞ് ഈ ബാംഗ്ലൂർ നിംഹാൻസ് എന്ന് പറയുന്നൊരു ഹോസ്പിറ്റലുണ്ട്, ഇന്ത്യയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലാണ്, അവിടെ കൊണ്ടുപോയിട്ട് ചികിത്സിപ്പിക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അവിടേക്ക് ഇവർ ഇവിടുന്ന് കൊണ്ടുപോയി ഒരു 20 ദിവസത്തോളം നിംഹാൻസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കിടത്തി. ഇത് കൺട്രോളാക്കാൻ വേണ്ടിയാണ് ചികിത്സിച്ചിട്ട് ഒരു രക്ഷയില്ല. അപ്പോഴത്തേക്കും 5 മിനിറ്റിൽ ഒരു പ്രാവശ്യം എന്ന പോലെ ഈ കുട്ടിക്ക് രോഗം വരാൻ തുടങ്ങി. അപ്പോൾ അവസാനം ഡോക്ടർമാർ പറഞ്ഞു ഇതിന് മരുന്നില്ല, നിങ്ങൾ കൊണ്ടുപോവുക, എടുത്തുകൊണ്ട് വെക്കുക, ഇവിടെ കിടന്നാൽ നിങ്ങളുടെ പൈസ പോകും, അല്ലാതെ വേറെ ഗുണമൊന്നുമില്ല. അപ്പോൾ അവരവസാനം ഈ കൊച്ചിനെ വാരി എടുത്തുകൊണ്ട് നേരെ വീട്ടിൽ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി കിടത്തി. ആ കരച്ചിൽ എന്ത് ചെയ്യണം. അപ്പോൾ ആ ദിവസങ്ങളിൽ അണക്കരയിലൊരു ആദ്യ ശനിയാഴ്ച, ശരിക്കും ഒരു പെന്തക്കോസ്താ തിരുനാൾ ജൂൺ മാസത്തിലെ ഒരു ആദ്യ ശനിയാഴ്ച വരിക. അപ്പോൾ എനിക്ക് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഈ ഒരു പെന്തക്കോസ്തായുടെ ഒരു തിരുനാൾ ആചരിക്കുക, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ദിവസത്തിൽ ഈ ശനിയാഴ്ച ദിവസം നമ്മളവിടെ പ്രയർ, നല്ലൊരു ആരാധനയുണ്ട്. അപ്പോൾ ഈ കുട്ടിയെയും കൊണ്ടുകൊണ്ട്, ഈ കുട്ടിയെ കൊണ്ടുവരുന്നില്ല, കുഞ്ഞിനെ വീട്ടിൽ കിടത്തിയിരിക്കും. കാരണം കൊച്ചിനോട് പോകാൻ പറ്റത്തില്ല, പോയാൽ ഇത് ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. അപ്പോൾ വഴിയിലോ വണ്ടിയിലൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല. വീട്ടിലിങ്ങനെ അപ്പൻ അവർ ചെറുപ്പക്കാരാണ്, മാതാപിതാക്കൾ എന്ന് വെച്ചാൽ കൊച്ചിൻ്റെ അപ്പനൊരു 30 വയസ്സോളം പ്രായം കാണും, അത്ര തന്നെ ഇല്ല. അമ്മയെന്ന് വെച്ചാൽ അതും 10-28 വയസ്സ് പ്രായമുള്ളൂ. അപ്പോൾ ഈ കൊച്ചിനെയും കൊണ്ടാണ്. അപ്പോൾ അമ്മ ഇങ്ങ് പോകുന്നു, കൊച്ചിനെ വീട്ടിൽ കട്ടിലിൽ കിടത്തിയിരുന്നു. കൊച്ചിങ്ങനെ ഈ പൈശാചികതയോടെ വെച്ചുകൊണ്ടിരിക്കണേ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കല്ല ഇത് പല്ല് കടിക്കും. അത് കിടന്നാലും ഈ നിലത്ത് അവർ കട്ടിലെ കിടത്തിയാലും ഇതിന് വന്നുകൊണ്ടിരിക്കുക, അവർ കൺട്രോളില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അപ്പനമ്മയും അവരുടെ ബന്ധുക്കളെല്ലാം എല്ലാവരും കരയുക. അപ്പോൾ ഈ ഡോക്ടർമാർ ഇത് കൊച്ചു മരിച്ച ഒരു കോമാ സ്റ്റേജില്ല, ഇങ്ങനെ ഒരു വലിയ സംസാരം ഒട്ടുമില്ല, കൊച്ചിങ്ങനെ എപ്പോഴും ഇങ്ങനെ കിടക്കുക. അപ്പോൾ ഈ അമ്മ വന്നിട്ട് ഇവിടുത്തെ ആരാധനയെ കൂടിയിട്ട് അവസാനം എൻ്റെ അടുത്തോട്ട് കരഞ്ഞുകൊണ്ടിങ്ങ് വരുന്നുണ്ട്. അപ്പോൾ എനിക്കറിയില്ല, അറിയാതെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞാൻ അങ്ങ് പറഞ്ഞു പോയി. എന്നെ ഓർത്തോണ്ട് പറഞ്ഞൊന്നുമല്ല, ഞാനിങ്ങനെ പറഞ്ഞു, മോളെ നീ വിഷമിക്കണ്ട കേട്ടോ, നിൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്താൻ ഈശോ നിൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടോ, നീ വേഗത്തിൽ വീട്ടിൽ ചെല്ലണ്ട. ശരിക്കും ആ സമയത്തുണ്ടായ സംഭവം വെച്ചാൽ അവൾ അവിടെ നിന്നൊരു എൻ്റെ അടുത്തൊരു 10-15 ഫീറ്റ് അടി അപ്പുറത്തു നിന്നോണ്ടാണ് ഇവൾ കണ്ടപാടെ, കാരണം എനിക്കറിയാം കരഞ്ഞോണ്ട് ഒരു സംഭവം അറിയാമെന്ന്, കരഞ്ഞോണ്ടാണ് പറയും. അപ്പോൾ അവളോട് നിന്നുകൊണ്ട് ഈശോമിശിഹായെ സ്തുതിയായിക്കിട്ടുന്ന അത് കൊച്ച് ഇവൾ ഇങ്ങനെ എന്നെ സ്തുതിയല്ലിട്ട് അവിടെ നിന്ന് ഒറ്റ ഓട്ടം. ആ വിശ്വാസമാണ്, ഫെയ്ത്ത് വേണം. കൃപ നേടുന്നിടത്ത് വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കണം. വചനത്തെ കണ്ണും പൂട്ടി വിശ്വസിക്കുമ്പോഴായി മിറക്കിളുണ്ടാകുന്നത്. വചനത്തെ സംശയിച്ചാൽ പിന്നെ വചനം പ്രവർത്തിക്കില്ല. വചനത്തെ ആര് സംശയിച്ചാലും വചനം പ്രവർത്തിക്കില്ല. വചനത്തെ വിശ്വസിച്ചാൽ വചനം പ്രവർത്തിക്കും. വചനത്തിൻ്റെ ശക്തി കാണാൻ പോകുന്നപ്പോൾ യോഹന്നാൻ 6:63 പറയുന്ന ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനങ്ങൾ ആത്മാവും ജീവന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഇവൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞ് 100% സൗഖ്യപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്ന ചരിത്രം. ഇവർ സ്തുതിക്കല്ല, ദൈവത്തെ ഇങ്ങനെ മഹത്വപ്പെടുത്തുക. പിറ്റേ ദിവസം തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു ആശുപത്രി കൊണ്ടുപോയി ചെക്കപ്പ് നടത്തുമ്പോൾ ഈ കുട്ടിയുടെ തലയിൽ ഇങ്ങനെ ഒരു രോഗത്തിൻ്റെ ഒരു അംശം പോലും ഉള്ളതായിട്ട് യാതൊരു തെളിവില്ല. സാധാരണ ഫിറ്റ്സ് രോഗമല്ല, എപ്പിലെപ്സി രോഗമുള്ള ഒരു കുട്ടിക്ക് മരുന്ന് കൊടുത്തു തുടങ്ങിയാൽ ആജീവനാന്തകാലം മരുന്ന് കൊടുക്കണം, ലൈഫ് ലോങ്. എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ഇപ്പോൾ 6 വർഷം കഴിഞ്ഞു. അന്ന് കൊടുത്ത് പിന്നെ ഒരിക്കലും ഈ കുഞ്ഞിന് ഇവർ മരുന്ന് കൊടുത്തിട്ടില്ല. കുഞ്ഞിന് യാതൊരു പ്രശ്നവുമില്ല. ഈ കുട്ടി വലിയൊരു സാക്ഷിയായിട്ട് ഈ കുഞ്ഞ് മാറും. നമ്മുടെ കർത്താവിൻ്റെ ശക്തി ആ കുഞ്ഞിൽ വെളിപ്പെട്ടു, നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം ആ കുഞ്ഞിൽ വെളിപ്പെട്ടു, ആ കുഞ്ഞിലേക്ക് ഇറങ്ങി. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതിനൊരു കാരണമല്ല, വളരെ പ്രധാനപ്പെട്ട ആ കുഞ്ഞിൻ്റെ മാതാപിതാക്കളുടെ വിശ്വാസത്തിൻ്റെ പവറാണ് അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ശരിക്കും ആ കുഞ്ഞിനെ ഉപദ്രവിച്ചു കൊണ്ടിരുന്നൊരു അന്ധകാര ശക്തിയായിരുന്നു. അത് നീങ്ങിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അത് ദൈവം ഇടപെട്ടു, കർത്താവിൻ്റെ കയ്യിൽ കൊടുത്തു. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞേ പോരാ, ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിഷയ ആരാധന. ചില രോഗപീഠകളുള്ള ആളുകൾ ഇപ്പോൾ ഒരിക്കലും ഓർമ്മിക്കുന്നുണ്ട്, അണക്കരുണ്ടായ സംഭവമാണ്. അതായത് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് ഒരു സോറിയാസിസ് രോഗം, ത്വക്ക് രോഗം,
ജന്മന ഉണ്ടാവും. ചിലക്ക് ജന്മന അല്ല, ചിലപ്പോൾ ചിലക്ക് പാരമ്പര്യമായിട്ട് വരാം, അല്ലാതെയും വരാം. അപ്പോൾ ദേഹം മുഴുവൻ ഇങ്ങനെ തൊക്കുരോ അങ്ങനെ പൊട്ടിക്കീറി വല്ലാതിരിക്കുന്ന സമയം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മകൻ ഒരു ഡിസംബർ മാസം അവിടെ ധ്യാനിക്കാൻ വന്നു. ശരിക്കും ആ സമയത്ത് ചെറിയ തണുപ്പൊക്കെ ഉള്ള സമയം. അപ്പോൾ ആളുകൾ ചിലപ്പോൾ ഈ തണുപ്പിനെ കൺട്രോൾ ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ചില ഡ്രസ്സുകൾ, ബനിയൻസൊക്കെ ആളുകൾ ഉപയോഗിക്കും. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഞാൻ പറയാൻ കഴിച്ചാൽ അന്നത്തെ ഒരു ആരാധന സമയത്ത് ഇവൻ തീ പിടിച്ച പോലെ നിലത്തോട്ടങ്ങ് വീണിട്ട് ഈ പറയുന്ന ഒരിക്കലും വലിച്ചു കീറാൻ പറ്റില്ലാത്ത തുണിയാണ്, പക്ഷെ അതവൻ വലിച്ചു കീറി. എന്നിട്ട് ഇവൻ നിലത്ത് കിടന്നങ്ങ് ഉരുളുകയാണ്. ഇവന് തീ പിടിച്ച പോലെ നിലത്തോട്. അപ്പോൾ ശുശ്രൂഷകർ വന്നതിനെ പിടിച്ചെടുത്തുകൊണ്ട് ഈ ധ്യാന ഹോളിനെ പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ അവർ പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾ നോക്കി നിൽക്കുമ്പം തന്നെ ഇവൻ്റെ ദേഹത്തുള്ള ഈ രോഗം പാമ്പിൻ്റെ ദേഹത്തു നിന്ന് പടം പൊളിഞ്ഞു പോകുന്നത് പോലെ ഇവൻ്റെ ദേഹത്തുനിന്ന് ഇതെല്ലാം ഉണ്ട് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. പാമ്പിൻ്റെ ദേഹത്ത് തൊലി ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന പോലെ തങ്ങ് പൊളിഞ്ഞു പോവുക. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാൻ ഈ സംഭവം ഞാൻ ശ്രദ്ധിക്കും. കാരണം ഞാനിങ്ങനെ പുറകെ പോകാറില്ല. ശുശ്രൂഷ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഒഴുക്കി പോകും. കാരണം എല്ലാ മുഖത്തും വരാൻ ദൈവം, നമ്മളിതിനകത്തൊരു കുഞ്ഞു ഉപകരണം എന്നല്ലാതെ നമ്മളൊന്നുമല്ല ഇതൊന്ന് പ്രവർത്തിക്കുന്നത്. സംഭവിച്ചതിന് ശേഷം ഒരു 6 മാസമോ 7 മാസമോ ഇപ്പം ഞങ്ങളൊരു ശുശ്രൂഷയ്ക്ക് അവരടുത്ത് പോയപ്പോൾ ഉച്ച സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ ഞാൻ വണ്ടി കൊണ്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇവരെല്ലാം കുറേ പേരുണ്ട്, കൂടെയുണ്ട്. ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു ഹോട്ടലിലാണ് പോകുന്നത്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചോളാം പറഞ്ഞു, ഞാനിതിനകത്ത് ഇരുന്നോളാം, പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവരവിടെ പോയി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറിയപ്പോൾ ആ ഹോട്ടലിൻ്റെ മാനേജറായിട്ട് ഇരിക്കുന്നത് ഈ ആളാണ്. പ്രസലോഷ്. ഈ മനുഷ്യക്ക് ഇവരെ മനസ്സിലോട്ട് ഓടി എൻ്റെ അടുത്ത്, അച്ഛൻ എന്നെ അറിയുമോ? ഞാൻ പറയാൻ എനിക്കറിയില്ല അച്ഛൻ, മനുഷ്യൻ്റെ ശരീരം പുള്ളി ആളും കാണിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ശരീരം പോലെ തന്നെ 100% സൗഖ്യപ്പെട്ട ശരീരമാണ് ഈ മനുഷ്യൻ കാണിച്ചിരുന്നത്. ശരിക്കൊരു ബന്ധനം അടിഞ്ഞു പോയി, ശരിക്കൊരു വൈശാസിക പീഡ അടിഞ്ഞു പോയ സംഭവം. ഒന്ന് കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ ഉച്ചത്തിൽ 2 കരം എടുത്ത് പറഞ്ഞേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ പൈശാചിക ബന്ധനങ്ങളെന്നുള്ള സംഭവം ഉണ്ട്. ഇത് കയറി വരും ചില വ്യക്തികളിലും കുടുംബങ്ങളവർ. ചില കുടുംബങ്ങൾ സമാധാനമില്ല. സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ എന്ന് പറയും. ഭിന്നതയുടെ അരൂപി പ്രവർത്തിക്കും. അമ്മ പറയുന്ന അപ്പന് മനസ്സിലാകത്തില്ല, അപ്പം പറയുന്ന അമ്മയ്ക്ക് മനസ്സിലാകില്ല. മകൻ പറയുന്നത് അപ്പന് മനസ്സിലാകില്ല, അപ്പം പറയുന്നത് മകന് മനസ്സിലാകില്ല, മകള് പറയുന്ന ഒരു പൊരുത്തമില്ല. അത് ഭിന്നതയുടെ അരൂപിയ. ആ കുടുംബത്തിൽ ആ ഒരു തിന്മയുടെ ശക്തികളെ ബന്ധിക്കപ്പെടണം. ബന്ധിച്ചെങ്കിൽ മാത്രമേ ആ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനം, ഒരു കൂട്ടായൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ല കുടുംബം ശിഥിലമായി പോവും. അതൊരു രഹസ്യം. ഇത് അച്ഛനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് നോക്കിയാലേ ഇതെന്താന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ. അവരും പറയുന്നത് കേട്ടിട്ട് യാതൊരു കാര്യമില്ല. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീ മഴ പെയ്തതുപോൽ, ആത്മാവിൻ തീനാളങ്ങൾ മഴയായി പെയ്യട്ടെ. അഭിഷേകം ഒറ്റ വിളിച്ചോയേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ, കണ്ണടച്ച് പിടിക്കട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. തിരുസഭയിൽ ജീവനോടെ വാഴുന്ന ഉദ്ധിതനായ ഈശോമിശിഹായുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ ദിവ്യകാര്യത്തിൽ എഴുന്നള്ളി വസിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിൻ്റെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഈ കൂട്ടായ്മയുള്ള ഓരോ മകൻ്റെയും മകളുടെയും കുടുംബത്തിലും ജീവിതത്തിലും ആത്മാവിലും ശരീരത്തിലും മനസ്സിലും പ്രവർത്തിക്കുന്ന എല്ലാ അന്ധകാര അരൂപികളോടുമായിട്ട് കൽപ്പിക്കുകയാണ്. ഈ സ്ഥലത്തുള്ള മുഴുവൻ ദൈവമക്കളിലും രഹസ്യമായോ പരസ്യമായോ അന്ധകാരത്തിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ആ അരൂപികളോട് കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ കത്തിക്കുന്നു. ബന്ധുശേഷുവിനെ കാഴ്ചപ്പാട്ടിലേക്ക് ബഹിഷ്കരിക്കുന്നു.
ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന വെറുപ്പിന്റെ ആത്മാക്കള്, നിരാശയുടെ ആത്മാക്കള്, കുറ്റബോധത്തിന്റെ ആത്മാക്കള്, മാനസിക രോഗങ്ങളുടെ ബന്ധനങ്ങള്, പൈശാചിക രോഗബന്ധനങ്ങൾ, ഭയത്തിന്റെ ബന്ധനങ്ങള്, അസ്വസ്ഥതകളുടെ ബന്ധനങ്ങളാൽ കഴിയുന്ന ആരെല്ലാം ഈ കൂട്ടായ്മയിലെ കുടുംബങ്ങളുണ്ടോ ആ മക്കളുള്ള ഈ അന്ധകാര ശക്തികളെ 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശുനാമത്തിൽ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ പ്രവർത്തിക്കുന്ന മന്ത്രവാദം, കൂടോത്രം, ക്ഷുദ്രപ്രയോഗങ്ങൾ, കൈനോട്ടം, രാഹുകാലം നോട്ടം, പൈശാചിക ശക്തിയിൽ ആരാധിക്കുന്ന മക്കള്, വിഗ്രഹ ആരാധനയ്ക്ക് പോകുന്ന മക്കള്, ബ്ലാക്ക് മാസ്, ഓജോ ബോർഡ്, സാത്താന്റെ ആരാധന കേന്ദ്രങ്ങളിൽ പോകുന്ന മക്കളും ആരെല്ലാം ഉണ്ടോ അവനിലും അവളിലും കുടുംബത്തിലും രഹസ്യമായി പരസ്യമായി പ്രവർത്തിക്കുന്നു ആ പുരാതന സർപ്പത്തെ ഉത്യതനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിച്ചിരിക്കുന്നു. ബന്ധിശേഷുവിന് കാഴ്ചവട്ടിലേക്ക് പ്രവേശിക്കും. കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. ഈ ദേശത്തുള്ള കുടുംബങ്ങളിൽ വ്യക്തികൾ പ്രവർത്തിക്കുന്ന മദ്യപാനത്തിന്റെ, പുകവലിയുടെ, മയക്കുമരുന്നിന്റെ, കഞ്ചാവിന്റെ അവിഹിത ബന്ധങ്ങൾ, പ്രേമബന്ധം, വ്യഭിചാര, സ്വയംഭോഗം, സ്വവർഗരതികളോ, ദുഷ്ടപിശാചുക്കൾ ഈ കൂട്ടായ്മയിലുള്ള കുടുംബങ്ങളിലോ ആരെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ അവരിലും അവളിലുമുള്ള ദുഷ്ടാരൂപികളെ, പൈശാചിക ആത്മാക്കളെ ഉത്ഥിതനായ യേശുനാമത്തിൽ മർക്കോസ് 9:24-25 വചനം കൊണ്ട്, 1 യോഹന്നാൻ 3:8 വചനം കൊണ്ട്, എസ് 22:28 വചനം കൊണ്ട്, എഫെസോസ് 6:17 വചനം കൊണ്ട് ബന്ധിക്കുന്നു. ബന്ധിശേഷുവിനെ കുറിച്ച് ചുവട്ടിലേക്ക് നിലയ്ക്കാതെ സ്തുതിക്കട്ടെ, ആനന്ദിച്ച് സ്തുതിക്കട്ടെ, ആഹ്ലാദം സ്തുതിക്കുന്നു, ഭാഷാപരം സ്തുതിക്കട്ടെ, പ്രവചനപരത്തിൽ സ്തുതിക്കട്ടെ, ജ്ഞാനത്തിൽ സ്തുതിക്കട്ടെ, ആത്മാവിൽ സ്തുതിക്കട്ടെ, അരൂപിയിൽ നിറഞ്ഞ് ഈശോയെ സ്തുതിച്ച് കെട്ടഴിയുന്നു. ജീസസ്, power, Jesus, 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 Jesus,